പോളണ്ടിൽ മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്തുക്കളായ മലയാളി യുവാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ രംഗത്തെത്തി. അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പോളണ്ടിൽ ഭക്ഷണ വിതരണ രംഗത്ത് ജോലി ചെയ്തിരുന്ന പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരൻ ആഷിഖ് രഘു മരിച്ച വിവരം ഏപ്രിൽ 1-നാണ് വീട്ടിൽ അറിയുന്നത്. രാത്രി കിടന്നുറങ്ങിയ ആഷിഖ് രാവിലെ ശ്വാസതടസ്സമുണ്ടായി മരിച്ചെന്നായിരുന്നു സുഹൃത്തുക്കളുടെ ആദ്യ ഭാഷ്യം. മരണകാരണം കണ്ടെത്താതെ മൃതദേഹം ഏപ്രിൽ 12-ന് ഇന്ത്യയിലെത്തിച്ചു. സംശയം തോന്നിയ കുടുംബം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തി. 1 മാസത്തിന് ശേഷം ലഭിച്ച റിപ്പോർട്ടിൽ തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം മരണകാരണമായെന്ന് വ്യക്തമായി. വീണ്ടും സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഉക്രൈൻകാരുമായി മരിക്കുന്നതിന്റെ തലേന്ന് സംഘർഷമുണ്ടായെന്ന്. എന്നിട്ടും അവരത് പോലീസിനോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചെന്ന് ആഷിഖിന്റെ പിതാവ് ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും 1 മാസം ഒരു മറുപടി പോലും നൽകിയില്ല. തുടർന്ന് സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ മാസ് മെയിൽ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ അന്വേഷിക്കുന്നു എന്ന വിവരം മറുപടിയായി നൽകി. ഹായ്, നമസ്കാരം. ഈ അച്ഛനും അമ്മയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും ശക്തമായ ഇടപെടൽ നടത്തണം. മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന മലയാളികളെല്ലാം നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ശക്തമായ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. ആഷിഖിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി അധികാരികൾ എത്തുന്നതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.